പുതിയൊരു രാഷ്ട്രീയ ശീലത്തിലാണ്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ല. അത് വ്യാപകമായിട്ട് BJP സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചെയ്യാറ്. അതേസമയം CPM അതിന് പകരമായിട്ട് ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ അവസാന നിമിഷം ഒന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പബ്ലിഷ് ചെയ്തിറക്കിയാണ്. ഇന്നലെ അടൂരിലെ സ്ഥാനാർത്ഥി ശാന്തകുമാറിനെതിരായിട്ട് അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുള്ള വ്യാപകമായി പ്രിൻ്റ് ചെയ്ത മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്തു. വ്യാപകമായി ഒരു കൊലക്കേസിലും പ്രതിയല്ല. ഒരു തരത്തിലുള്ള അത്തരം കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്തില്ല. അദ്ദേഹം ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. വ്യാപകമായിട്ട് ഒരു കൊലക്കേസിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് കൊലപാതക കേസിലെ പ്രതിയാണ് എന്നുള്ള തരത്തിൽ വ്യാപകമായ പ്രചരണം CPMൻ്റെ അറിയപ്പെടുന്ന അടൂരിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. ഇന്നിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഒന്നും. ഇന്നിപ്പോൾ എനിക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഉള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് കയ്പ മണ്ഡലത്തിലെ, അതായത് പറവൂരിലെ LDF മണ്ഡലം കമ്മിറ്റിയല്ല, എൻ്റെ LDFൻ്റെ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സ്ഥലത്തെ കമ്മിറ്റിയുടെ പേരിലുള്ള ഒരു നോട്ടീസ് അടിച്ചിട്ടാണ് ഇന്ന് വ്യാപകമായി വിതരണം നടന്നത്. പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF ഇവിടെ നടത്തിയ പ്രചരണം അതെ. 20 കൊല്ലം മുമ്പുള്ള എൻ്റെ ആശുപത്രിയുടെ പടം ഇട്ടിട്ട് ആണ് ഇവിടെ പത്രം ഇറക്കിയത്. 20 കൊല്ലം മുമ്പുള്ള ഒരു ആശുപത്രി.